അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഒരാൾ യാത്ര പുറപ്പെടുകയും യാത്രാ വഴിമധ്യേ ഭക്ഷണവും വെള്ളവും ചുമന്നിരുന്ന തൻ്റെ ഒട്ടകത്തെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അന്വേഷിക്കേണ്ട എല്ലാ വഴികളും അയാൾ അന്വേഷിക്കുകയും ഒടുവിൽ നിരാശപ്പെട്ട് ഒരു മരച്ചുവടിൽ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ അയാളുടെ കൺമുന്നിൽ കാണുന്നു. അതിരറ്റ സന്തോഷത്തോടുകൂടി അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടുകൂടി ആ ഒട്ടകത്തിൻ്റെ മൂക്കയർ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അയാൾ പറയുന്നുണ്ട്, അള്ളാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണ്. അദ്ദേഹം പറഞ്ഞ വാചകം മാറിപ്പോയിരുന്നു. കാരണം അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ സന്തോഷമായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ അങ്ങേയറ്റത്തെ സന്തോഷമായിരിക്കും തൻ്റെ അടിമ അള്ളാഹുവിനോട് പാപമോചനം നടത്തുമ്പോൾ. നമ്മളെ മനുഷ്യർ, സത്യവിശ്വാസികൾ തികച്ചും പാപങ്ങൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ചെയ്തു പോകുന്നുണ്ട്. നിരവധി തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവരാണ് നാം എല്ലാവരും. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് അവൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അടിമകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. ഓരോ അടിമകളും പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹു ഏറെ സന്തോഷിക്കുന്നു. ഈ വിശുദ്ധ റമദാനിൽ, ഈ പാപമോചനത്തിൻ്റെ നാളുകളിൽ നാം ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹിബ. ഹിബ എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനി. എവിടെയാണ് ഹിബ? പുളിക്കക്കടവാണ്. ഓക്കെ. ഹിബ എന്ത് ചെയ്യുന്നു? ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ല. എവിടെ പഠിക്കുന്നത്? MES പഠിക്കുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? കുഴപ്പമൊന്നുമില്ല, ഉഷാറാണല്ലേ? ഓക്കെ. ഈ റമദാന് ക്ലാസ് ഉണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ട് വിളിക്കുന്നേ? കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ. ഓക്കെ. എല്ലാ വർഷവും ട്രൈ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഓക്കെ. ഓക്കെ. എന്തായാലും ആദ്യം വിളിക്കുകയാണ്. ഇത്തവണ എന്തായാലും സമ്മാനം വാങ്ങിക്കണം കേട്ടോ. ആദ്യ തവണ തന്നെ വിളിച്ചു, സമ്മാനം കിട്ടി എന്നുള്ള സന്തോഷം ഉണ്ടായിരിക്കണം. ഓക്കെ. എന്തായാലും ചോദ്യത്തിന്റെ രീതി പറയാം. 3 ചോദ്യങ്ങളായിരിക്കും. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും, മൂന്നാമത്തേന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നടുവിലെ അക്ഷരം ഏത്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നടുവിലത്തെ അക്ഷരമാണ് ചോദിക്കുന്നത്. ഏതാണ് നടുവിലത്തെ അക്ഷരം? ഓപ്ഷൻസ് പറയട്ടെ. നൂന്, മീമ്, സ്വാദ്. ക്ലൂ ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ തന്നതുകൊണ്ടാണല്ലോ. ക്ലൂ ഇല്ലാത്തതുകൊണ്ടാണ് ഓപ്ഷൻ തന്നത്. നൂന്, മീമ്, സ്വാദ്. ഇതിലേതാണ് നടുവിലത്തെ അക്ഷരം? ഹലോ. നൂന്. ഓക്കെ. അൽഹംദുലില്ലാ, നൂന് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. കറക്കി കുത്തിയത് തോന്നുന്നു അല്ലേ? എന്തായാലും ഓക്കെ, ഭാഗ്യമുണ്ട്. എന്തായാലും ഉത്തരം ശരിയായിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, റമദാനിലെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏത്? വിശുദ്ധ ഖുർആനിലെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവുണ്ട്. ആ രാവിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ്: സൂറത്തുൽ അലഖ്, സൂറത്തുൽ ഖദർ, സൂറത്തുൽ കൗസർ.
സൂറത്തുൽ ഖദർ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഹിബ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് ഏത്? 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുണ്ട്, ഏതാണത്? ക്ലൂ കന്നുകാലികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേരാണ്. കന്നുകാലികൾ എന്നർത്ഥം വരുന്ന ഒരു വാക്ക്. ഹലോ, സൂറത്തുൽ അൻആം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഹിബ, സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷമല്ലേ? ആ ഓക്കെ. മുൻപ് ഇതേപോലെ ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ക്വിസ് മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അതിൽക്കൊരു മുതൽക്കൂട്ടായിക്കോട്ടെ. എന്തായാലും അറിയാത്ത ഉത്തരങ്ങളായിരുന്നല്ലോ അല്ലേ? ഇപ്പൊ ശരിയാവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഹിബ, ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റഫീഖ്. ആ ഓക്കെ റഫീഖ്, എന്തൊക്കെ വിശേഷങ്ങള്? സുഖമായിരിക്കുന്നു അല്ലേ? ഓക്കെ, ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ല? ഇല്ല. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനം ലഭിച്ചിരുന്നോ അന്ന് വിളിച്ചപ്പോ? ഇല്ല, കിട്ടിയിട്ടില്ല അല്ലേ? ഇൻഷാ അല്ലാ ഇത്തവണ എന്തായാലും സമ്മാനം വാങ്ങിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ ചോദ്യത്തിലേക്ക് പോവാലോ അല്ലേ? ചോദ്യ രീതിയെ കുറിച്ചൊക്കെ മുന്നേ വിളിച്ചത് കൊണ്ട് അറിയാതിരിക്കാം, പറയണ്ടല്ലോ. ആ ഓക്കെ, എന്തായാലും ചോദ്യത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം. ഹുദൈബിയ സന്ധിയിലെ കരാർ എഴുതിയത് ആരായിരുന്നു? ഹുദൈബിയ സന്ധിയിലെ കരാർ എഴുതിയത് ആരായിരുന്നു? ഓപ്ഷൻസ്: ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഉമർ. ഉറപ്പിച്ചോ? ഉറപ്പിക്കാലോ? മാറ്റല്ലോ? ഓക്കെ, ഉമർ എന്നുള്ളത് തെറ്റായ ഉത്തരമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ റഫീഖ്, കുഴപ്പമില്ല, ഇത്തവണയും കിട്ടിയില്ല, നിരാശപ്പെടേണ്ട. ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നസീബ. നസീബ എവിടെ വിളിക്കുന്നു? പൊന്നാനി. എവിടെ നസീബ? MLA റോഡിലാണ്. ഓക്കെ, നസീബ എന്ത് ചെയ്യുന്നു? അബാക്കസ് ട്രെയിനറാണ്. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അല്ല, ഇങ്ങനത്തെ പ്രോഗ്രാം പങ്കെടുക്കാറുണ്ടോ? ക്രിസ്മസിലൊക്കെ സമ്മാനം കിട്ടാറൊക്കെ ഉണ്ടാവും? ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ, എന്തായാലും വേണ്ടില്ല, ഇവിടെയും സമ്മാനം വാങ്ങിക്കും ഇൻഷാ അല്ലാ. എന്തായാലും നമുക്ക് ചോദ്യ രീതി എന്ന് പറയുന്നത് 3 ചോദ്യങ്ങളാണ്. അത് ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. എങ്ങനെയാണ് ട്യൂഷന്റെ ഒക്കെ അവസ്ഥ? എങ്ങനെയാണ് ഇപ്പൊ ക്ലാസ്? ഏത് ക്ലാസ് എടുക്കുന്നുണ്ട്? ഞാന് ഓൺലൈനിലാണ് എടുക്കുന്നത്, ഓഫ്ലൈനിലും എടുക്കുന്നുണ്ട്. ഓൺലൈനിൽ ഇപ്പോ എല്ലാവരും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓഫ്ലൈൻ ഇപ്പൊ എക്സാമിന്റെ ഒരു ചൂടും പിന്നെ നോമ്പിന്റെ ആ ഒരു ഇതും
ശരി. ഏതൊക്കെ സബ്ജക്റ്റുകളാണ്? ഓൾ സബ്ജക്ട് എടുക്കുന്നുണ്ട്. ഓൾ സബ്ജക്ട് എടുക്കുന്നുണ്ട് അല്ലേ? ഞാനിപ്പോ ഓൺലൈനിൽ എടുക്കുന്നത് 6th, 9th CBS ഒക്കെയാണ്. ഓഫ്ലൈനിൽ എടുക്കുന്നത് കേരള സിലബസ് 7ാം ക്ലാസ് വരെ എടുക്കുന്നുണ്ട്. 7ാം ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പൊ നിനക്ക് കുട്ടി ക്ലാസ്സിനൊക്കെ വരുന്നുണ്ടോ? പ്രയാസമുണ്ടോ? നോമ്പും ചൂടും മക്കള് എക്സാമിന്റെ ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ലീവ് എടുക്കാൻ പറ്റില്ല, കാരണം എക്സാം ആയത്. അതെ അതെ, നോമ്പായോണ്ട് പൊതുവേ ഒരു അലസത ഭാവം ഉണ്ടാവും മക്കൾക്ക് അല്ലേ? കുട്ടികൾക്ക് നോമ്പ് മാറ്റൊരു ക്ഷീണേ ഉണ്ടാവും. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ അവര് എക്സാമിന് പോകണം, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് അവര് ട്യൂഷന് വരിക. അപ്പൊ ആ ഒരു ഇതൊക്കെ എന്തായാലും പിന്നെ കുറച്ചും കൂടി ദിവസം ഉള്ളൂ. അതെ അതെ അതെ, ഇപ്പൊ അടക്കാറായല്ലോ, എക്സാമിലൊക്കെ ആയി. 27th നടക്കും നടക്കുന്നുണ്ട്. അതെ അതെ, 27th നടക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്തായാലും ചോദ്യത്തിലേക്ക് പോകാം. നോക്കാം. ആദ്യമായി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യത്തെ പ്രവാചകൻ ആരായിരുന്നു? റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യത്തെ പ്രവാചകൻ. ഓപ്ഷൻസ്: മുഹമ്മദ് നബി, നൂഹ് നബി, ആദം നബി. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ, ആദ്യത്തെ പ്രവാചകൻ. പക്ഷെ റസൂൽ എന്ന പദവിയും ഉണ്ടാകും. ആണോ? അതെ, പക്ഷെ റസൂൽ എന്ന പേര് ലഭിച്ച അല്ലെങ്കിൽ പദവി ലഭിച്ച ആദ്യത്തെ പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയാണോ? ഉറപ്പിച്ചു അല്ലേ? നസീബ, ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. മുഹമ്മദ് നബി അല്ല, നൂഹ് നബി ആയിരുന്നു. ഓക്കെ, റസൂൽ എന്ന പേര് ലഭിച്ച എങ്ങനെ? അല്ല, അതിന് മുന്നേ റസൂൽ എന്നുള്ള പദവി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആ ഒരു നബിയുടെ ഒരു കാരണം റസൂല് ആദ്യത്തെ ഇത് നമ്മള് മുഹമ്മദ് അപ്പൊ ആ ഒരു തോന്നി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് മുൻപേ തന്നെ റസൂൽ എന്ന പദവി നൂഹ് നബിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. നസീബ വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അദ്നാൻ. അദ്നാൻ എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനിയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ അദ്നാൻ? ഓക്കെ അദ്നാൻ, മുൻപ് വിളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? അതെ അതെ, ബാങ്ക് കൊടുത്തപ്പോ വേഗം ഫോൺ വെച്ചു അല്ലേ? ഓക്കെ ഓക്കെ, നല്ലൊരു, ആരും അങ്ങനെ അങ്ങോട്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ബാങ്ക് വിളിക്കുമ്പോഴും പലരും സംസാരിക്കുകയും ബാങ്കിന് വേണ്ട ഒരു ബഹുമാനം കൊടുക്കുകയും ചെയ്യാത്ത യുവതലമുറയൊക്കെ നമ്മൾ കാണാം ഒരുപാട് അല്ലേ? പക്ഷെ അതിനാല് കോള് വന്നപ്പോ ബാങ്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ചെയ്തത്. അതിനാണ് നല്ലൊരു കാര്യമാണ് ചെയ്തത് കേട്ടോ. എന്തായാലും വീണ്ടും വിളിച്ചു, വീണ്ടും കിട്ടുകയും ചെയ്തു അല്ലേ? ഓക്കെ, അതാണ് എന്ത് പഠിക്കല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. കാരണം പലരും സമ്മാനം കിട്ടിയില്ലെങ്കിൽ നിരാശരാകുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അറിവ് നേടാൻ വേണ്ടി നമ്മൾ വിളിക്കുക, പങ്കെടുക്കുക എന്നുള്ള മെയിൻ കാര്യം തന്നെയാണ്. അതാണ് ഇപ്പൊ ഏതിനാ പഠിക്കുന്നത്? ഞാനിപ്പോ ഡിഗ്രിയാണ് പഠിക്കുന്നത്. ഡിഗ്രി ടൂറിസം ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, എവിടെയാണ്? തിരൂരാണ് ഡിഗ്രി ചെയ്യുന്നത്. ശരി, തിരൂരാണ് ഡിഗ്രി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ റമദാൻ ഇങ്ങനെ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉച്ചവരെ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. വീട് എവിടെയാന്ന് പറഞ്ഞ? പൊന്നാനില്? സമ്പ്രദ ജംഗ്ഷന്റെ അടുത്ത്. ഓക്കെ ഓക്കെ. പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ടോന്ന് വെച്ചാല് വീട്ടിലാകുമ്പോ കാണാം, അല്ലെങ്കിൽ പിന്നെ ബേബി ടിവിയില്.
ടിവിയിലെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകളുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ അതിലും കിട്ടും. അങ്ങനെ അറിയാം. ഇപ്പൊ നമ്മളെ കുറെ കുട്ടികൾ ഇപ്പൊ കാണാറുണ്ട്. ഇവരൊക്കെ എല്ലാരും ഇപ്പൊ നമ്മൾ പരമാവധി ഇങ്ങനെ പങ്കെടുപ്പിക്കാനൊക്കെ അങ്ങനെ കുട്ടികൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പരിപാടി കിട്ടാൻ ആഗ്രഹമുള്ളവർ കുറെ ആൾക്കാരാണ്. അവരോടൊക്കെ പല മലപ്പുറത്തുള്ളവരെന്നെ. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്നാലും ഇങ്ങനെ അതാക്കണോണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. കാര്യം മാക്സിമം അറിവുകൾ പകരട്ടെ, മക്കൾക്ക് അറിവുകൾ ലഭിക്കട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ തന്നെ ഉള്ളൂ. ഓക്കെ. എന്തായാലും ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യ രീതികളൊക്കെ അറിയാമല്ലേ? ഓക്കെ. എന്തായാലും അതിനാൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നരകത്തിലെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ള വിഭാഗം ആരാണ്? ഒരു വിഭാഗം ആളുകള് നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന പടിയിലുണ്ട്. ഓപ്ഷൻസ്: ഏഷണിക്കാര്, മുശ്രിക്കുകള്, മുനാഫിക്കുകള്. ഹലോ അദ്നാൻ. അദ്നാന്റെ ഫോൺ കട്ടായിട്ടുണ്ട്, കോൾ കട്ടായി, കുഴപ്പമില്ല. പക്ഷെ അത് അടുത്തൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. The sun shine brighter, I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer, I feel my heart starts flutter as the days pass by. I feel my life lighter. Penco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388333666. An institution of Akbar Group. All the parents are coming. Please come na mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, staff cruise to Singapore.
Since 40 years, we are there with you. Wherever you go, whenever you want. AkbarTravels.com, your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റയാൻ. റയാൻ. ഓക്കെ, റയാൻ എവിടെ വിളിക്കുന്നു? പൊന്നാനി. പൊന്നാനി എവിടെയാണ് റയാൻ? ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലാണ് അല്ലേ? റയാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? തെയ്യങ്ങാട്. തെയ്യങ്ങാട് സ്കൂളാണ് അല്ലേ? പരീക്ഷ ഉണ്ട്. ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നില്ലേ? ഇല്ല അല്ലേ? എങ്ങനെ കഴിഞ്ഞ പരീക്ഷ തുടങ്ങിയില്ല? പരീക്ഷ തുടങ്ങിയിട്ടില്ല? കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലേ? പഠിക്കുന്നുണ്ടോ? അതോ നോമ്പായിട്ട് ഫുള്ള് കിടന്നുറങ്ങാണോ? ഇല്ല, പഠിക്കുന്നുണ്ട് അല്ലേ? പഠിക്കുന്നുണ്ട്. നല്ല കുട്ടിയാണ്. ഓക്കെ. നോമ്പെടുത്തിട്ടുണ്ടോ? എത്ര നോമ്പെടുത്തു? 6 എടുത്തിട്ടുള്ളൂ അല്ലേ? കുഴപ്പമില്ല, ഒരെണ്ണല്ലേ മിസ് ആയിട്ടുള്ളൂ. ക്ഷീണിച്ചിട്ട് വിട്ടു അല്ലേ? ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണോ? ക്ഷീണം നന്നായി തോന്നുമ്പോ വിട്ടിട്ടുണ്ടാവും അല്ലേ? കുഴപ്പമില്ല കേട്ടാ. ഇൻഷാ അല്ലാഹ് മാക്സിമം നോക്കുക കേട്ടാ. നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകളൊക്കെ മുറുകെ പിടിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ചോദിക്കട്ടെ? ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഖുർആന്റെ പരിഭാഷ ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിലായിരുന്നു? ഖുർആന്റെ പരിഭാഷ ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിലായിരുന്നു ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് പറയട്ടെ. അറബി. ഓപ്ഷൻസ് ഒന്നും വേണ്ട. ഓപ്ഷൻസ് അപ്പൊ ആദ്യം ചോദിക്കേണ്ട ഓപ്ഷൻസ് എന്താ? എന്നിട്ട് എത്ര പറയാ? ഓപ്ഷൻസ് അറബി ഉണ്ട്, ഇംഗ്ലീഷ്, മലയാളം. അറബിയാണോ? എന്താ അറബി പറയാൻ കാരണം? ഖുർആൻ അറബിയിലാണല്ലോ അല്ലെ? അതുകൊണ്ടാണോ? ഉറപ്പിച്ചോ? ഖുർആൻ അറബി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. മലയാളം ഉറപ്പിച്ചു അല്ലേ? മോനെ, മലയാളം തെറ്റിപ്പോയിട്ടുണ്ട്. ആൻസർ മലയാളം അല്ല, ഇംഗ്ലീഷ് ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ. ഹലോ. ഓക്കെ, കോൾ കട്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, നമുക്ക് അടുത്ത കോൾ വരുന്നുണ്ട്. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഷ്കർ. അഷ്കർ എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനി ടൗൺ അല്ലേ? ഓക്കെ, അഷ്കർ എന്ത് ചെയ്യുന്നു? ശരി. നോമ്പ് വർക്കൊക്കെ ഉണ്ടോ? ചൂട് ഭയങ്കര എഫക്ട് ചെയ്യുന്നുണ്ടല്ലേ? നോമ്പും ചൂടൊക്കെ കൂടിയായപ്പോ. ഓക്കെ, എന്തൊക്കെ വിശേഷങ്ങൾ? നോമ്പിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഫാമിലി എല്ലാരും സുഖമായിരിക്കുന്നത്? അൽഹംദുലില്ലാ. പിന്നെ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല. എന്തായാലും ഇത്തവണ എന്തായാലും നമുക്ക് സമ്മാനം കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അഷ്കർ. ഓക്കെ അഷ്കറെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. നോമ്പ് നിർബന്ധമാക്കിയത് ഹിജ്റ എത്രാം വർഷമായിരുന്നു? ഓപ്ഷൻസ്: ഹിജ്റ 1, ഹിജ്റ 2, ഹിജ്റ 3.
3-ാം വർഷം ഉറപ്പിച്ചു? ഇല്ല അഷ്കറെ, ഇത്ര തെറ്റിപ്പോയിട്ടുണ്ട്. നമുക്ക് ഒന്നിൽ കുറക്കാം. ഹിജറ 2-ാം വർഷമായിരുന്നു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. 2-ാം വർഷമായിരുന്നു. ഓക്കെ അഷ്കർ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? മുഹമ്മദ് കേൾക്കുന്നില്ല. കൂടെ ആരുള്ളത് മോനെ? താത്തയാണുള്ളത് അല്ലേ? താത്താക്കും കൂടി സംസാരിക്കാം കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. മോൻ തന്നെ സംസാരിക്കണമെന്നില്ല, താത്താക്കും പങ്കെടുക്കാം. മോനെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? LKG-ലോ? ഏത് സ്കൂളിലാ? ഐഡിയൽ കടക്കശ്ശേരി. കാഞ്ഞിരമുക്ക് സ്കൂളിലാണോ? ഓക്കെ ഓക്കെ ഓക്കെ, കാഞ്ഞിരമുക്ക് സ്കൂളിലാണ്. കുഴപ്പമില്ല. എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോമ്പായിട്ട് മോനെ? ഹലോ, സുഖാണ് അല്ലേ? സുഖാണ്. മോന്റെ പേരെന്താ പറഞ്ഞേ? മുഹമ്മദ് ബിഷറുൽ ഹാദി. ഹാഫി. ബിഷറുൽ ഹാഫി അല്ലേ? ബിഷറുൽ ഹാഫി അതല്ലേ? മുഹമ്മദ് ബിഷറുൽ ഹാഫി. നല്ല അടിപൊളി പേരാണല്ലോ. ആരെ പേരിട്ട്? ഉപ്പയാണോ അമ്മയാണോ? ഉപ്പയാണ് ഇട്ട് അല്ലേ? ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ മോനെ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യത്തെ വിളിക്കുന്നേ? ഓക്കെ. എന്തായാലും ആദ്യം വിളിക്കുകയാണ്. നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അതില് 3 എണ്ണത്തിനും ഉത്തരം പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ഓക്കെ, 2 എണ്ണത്തിന് മാത്രമേ ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, എല്ലാ ആയത്തുകളിലും ദാല് കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? അതിന്റെ ആ സൂറത്തിന്റെ പേരറിയോ? ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, 1ാമത്തെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ മോനെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 950 വർഷക്കാലം പ്രബോധനം നടത്തിയ പ്രവാചകൻ ആരായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാം. കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ, 2 ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ചോദ്യം കൂടി ഉണ്ട്. ഓക്കെ, ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ആ സമ്മാനം കൊണ്ടുപോകില്ലേ? കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, 3ാമത്തെ ചോദ്യം പറയട്ടെ? അറബി ഭാഷയില് ആദം എന്ന പദത്തിന് അർത്ഥം എന്ത്? എങ്ങനെ? തവിട്ട് നിറമുള്ളത് അല്ലേ? ഓക്കെ, കറക്റ്റ് ആൻസർ. തൊലി തവിട്ട് നിറമുള്ളത് എന്നാണ് ആദം എന്ന പദത്തിന് അറബിയിൽ പറയുന്ന അർത്ഥം. മോനെ കൺഗ്രാറ്റുലേഷൻസ്. 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ മോനെ, വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഈ പുണ്യമാക്കപ്പെട്ട വിശുദ്ധ നാളുകളിൽ സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാനും സർവാധിനാഥനായ തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെൻസി പോളിക്ലിക്ക് അവതരിപ്പിക്കുന്ന ഷഹുർ റംദാൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ കാണും വരേക്കും മാ സലാമ.